ഹേ ഗായ്സ് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. നമ്മൾ വയ്യോർത്തൊരു ഹോട്ടലിൽ കിടക്കുകയാണ്. ആ തപ്പലിനോട് നമുക്ക് ഈ താത്താടെ കട കിട്ടി. ഈ താത്തനെ വൈകി കൂടെ പോകുന്നവരൊക്കെ വിളിച്ചെത്തി ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. താത്താടെ അസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞ രണ്ട് കാക്കാരുണ്ട്. നമ്മൾ പിന്നെ അവിടെ എല്ലാ വെറൈറ്റികളും ട്രൈ ചെയ്തു. ആദ്യം പുളിയും മീൻകറിയും പിന്നെ ബിരിയാണിയും അങ്ങനെ ഓരോന്നായി എല്ലാ സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്തു. അങ്ങനെ അപ്പുറത്തെ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പുറത്തെ സൈഡിൽ ഒരു താത്ത കാര്യമായി വ്ലോഗ് എടുക്കുന്നുണ്ട്. പാവ അതിന്റെ ഹസ്ബൻഡ് ആകുമ്പോൾ ഇടങ്ങേറായിരിക്കും. അയാളെ കണ്ടപ്പോൾ ഒരു മിനിറ്റ് ഞാൻ എന്റെ ഫ്യൂച്ചർ ഒന്ന് ആലോചിച്ച് പോയി. അങ്ങനെ ഇരിക്കേണ്ട 70കളിൽ വൈഫ് അടിച്ച് വിളിക്കാൻ ഇറങ്ങിയ ഒരു കാക്കാനെ നമ്മൾ വേറെയും കണ്ടു. അങ്ങനെ നാട്ടുകാരെ കുറെ കുറ്റവും പറഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ നേരെ അടുത്തുള്ള ചോലയിൽ പോയിട്ട് കുറച്ച് നേരം കളിച്ച്. അമ്പോ ചോലയ്ക്ക് ഇറങ്ങാനുള്ള വഴി കുറച്ച് ഇടങ്ങേറാണ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കയറാൻ ഇതിലേറെ ഇടങ്ങേറാന്ന് മനസ്സിലായത്. എന്തായാലും ഇറങ്ങിയില്ലേ, പിന്നെ കയറിയല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാം വണ്ടി കയറി പുറപ്പെട്ട് അടുത്ത ലൊക്കേഷനിലെത്തി. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം. ഇവിടെ കയറാനും പിന്നെ നമുക്ക് ടിക്കറ്റ് നിർബന്ധമാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി ആദ്യം തന്നെ കാണാൻ നേരെ സിംഹാസനം, അതിന്റെ സൈഡിൽ ഒരു മാപ്പാണ്. ഓട്ടോ കണ്ടൊക്കെ ഇവിടെ നിൽക്കാം. എന്തായാലും മാപ്പൊക്കെ നോക്കി കാര്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്ന ബോട്ടണി സ്റ്റുഡന്റ് നിലയ്ക്ക് കാര്യമായ കുറെ ഗവേഷണങ്ങളൊക്കെ നടത്താൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വല്ല ഹൈബ്രിഡോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യമായി ഞാൻ തപ്പുണ്ട്. ഇവിടെ സൈഡിൽ എല്ലാത്തിനും സയന്റിഫിക് നെയിമൊക്കെ എഴുതിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ തെണ്ടി പോയതിന്. പിന്നെ ഇവിടെ ഉള്ളവരെ മുസമ്പി നാരങ്ങയൊക്കെ നമ്മൾ അസ്ബിഗുഡിനൊക്കെ വലിപ്പുണ്ട്. എല്ലാ ബോട്ടണി സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ സയന്റിഫിക് നെയിമും ആ സാധനങ്ങളും പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. നമുക്കല്ലെങ്കിൽ നാട്ടിലേക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ. പിന്നെ ഈ ചെടിയാണ് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നടന്ന് കാണാൻ രസം. പിന്നെ എന്തായാലും നടന്ന് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കുറേ നടന്നു. ഒരുപാട് വെറൈറ്റികളായ ചെടികളും പൂക്കളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നടന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനായിട്ട് വിശാലമായി ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് കുറേ ക്രിയേറ്റീവായിട്ട് കുറേ സാധനങ്ങൾ ഒരു വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വഴിയോരങ്ങളിലൊക്കെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഇത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഫോഗ് അഥവാ കോടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെയുള്ള ചെടികളൊക്കെ കാര്യമായിട്ട് തണുപ്പിൽ വളരണാണ്ട് ഇവിടെ ആ സാധനം അനിവാര്യമാണ്. പിന്നെ ഇവിടെ ഓരോ ചെടികൾക്കും ഓരോ സെഗ്മെന്റായി തിരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കണ്ടുകൊണ്ട് കുറേ നടന്നു. അങ്ങനെ കുറച്ച് നേരം നടക്കുമ്പോഴാണ് നമ്മൾ ഏർമാടത്തിന്റെ അവിടെ എത്തിയത്. പിന്നെ ഇതിന്റെ മേലെ കയറുന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. ഒന്നും നോക്കാതെ നമ്മൾ വണ്ടിയിൽ കയറി. നമ്മളെപ്പുള്ള കുരിപ്പുകൾ പിന്നെ നമ്മളെയൊക്കെ മുമ്പ് വണ്ടിക്കുന്നു. എന്തായാലും അതിന്റെ മുകളിൽ കയറിയിട്ട് പുറത്തേക്ക് കാണാനുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത് നല്ല രസം കിട്ടും. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഇതേപോലെ ഇനിയും കുറേ ഏർമാടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് അറിയപ്പെട്ടു. പിന്നെ നമ്മൾ വേഗം അവിടുന്ന് വണ്ടി ഇറങ്ങി. കാരണം ബാക്കിയുള്ളത് കയറണല്ലോ. പക്ഷെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ബോർഡ് ശ്രദ്ധിച്ചത്, നോ എൻട്രി ഡാമേജ് ഇരുന്ന്. അഥവാ ഈ ഏർമാട കംപ്ലൈന്റ് അവിടുന്ന് കീപ്പെട്ട് വീണ് മേപ്പെട്ട് പോയില്ലെങ്കിൽ ആരും ഉത്തരവാദിത്തമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഏർമാടത്തിൽ ബോർഡൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായി നോക്കിയിട്ടേ കയറുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് മെല്ലെ അവിടുന്ന് പോകുന്നു.